വർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഓർഡേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് വരുന്നുണ്ട്. ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് കൂടുതലായിട്ടും ചോദിച്ചു വരുന്നത്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. നിങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ ഫസ്റ്റ് തന്നെ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് തുടങ്ങുക. ഇൻസ്റ്റാഗ്രാമോ യൂട്യൂബോ ഫേസ്ബുക്കോ എങ്ങനെയായാലും ഒരു പേജ് തുടങ്ങുക. അതിൽ നിങ്ങളെ കോൺസ് ആയാലും നിങ്ങളെ വർക്ക്സ് ആയാലും എല്ലാം നിങ്ങൾ തന്നെ പ്രൊമോട്ട് ചെയ്യുക. നിങ്ങളെ ഫോട്ടോസ്, വീഡിയോസ്, കോൺസിൻ്റെ റിവ്യൂസ് എല്ലാം ആ പേജിൽ പോസ്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വർക്ക്സ് ഒന്നും കിട്ടാണ്ട് എങ്ങനെയാണ് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യുക. നമ്മൾ ഈ ബിസിനസ് തുടങ്ങിയ ഉടനെ തന്നെ നമുക്കിപ്പം ബ്രൈഡൽ ഹെന്ന വർക്ക്സ് ഒന്നും കിട്ടണമെന്നില്ല. അങ്ങനെ ഉണ്ടാകുമ്പം നിങ്ങളെ കയ്യിലോ നിങ്ങളെ സിബ്ലിങ്സിൻ്റെ കയ്യിലോ ഫ്രണ്ട്സിൻ്റെ കയ്യിലോ ഒക്കെ ഇട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് ഷെയർ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് അക്രിലിക് ഹാൻഡ്സൊക്കെ വാങ്ങാൻ കിട്ടും. അതിലായാലും വരച്ച് നിങ്ങൾ മാക്സിമം നിങ്ങളെ കഴിവ് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക. അതിപ്പം സോഷ്യൽ മീഡിയയിലായാലും അല്ലാണ്ടൊക്കെ നമ്മൾ ഈ ബിസിനസ് ഫീൽഡിൽ എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ നിൽക്കുക. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി 100% ബെസ്റ്റാണെന്ന് കൺഫേം ചെയ്തിട്ട് മാത്രം നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കാൻ നോക്കുക. അങ്ങനെ ആകുമ്പോൾ ഇപ്പം നമ്മൾ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ആ പ്രൊഡക്ട്സ് ഇഷ്ടപ്പെട്ടിട്ട് അവർ തന്നെ നമുക്ക് പിന്നെയും ഓർഡർ തരികയും അതുപോലെ തന്നെ അവർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും ചെയ്യും. നമ്മൾ ഏതൊരു ബിസിനസ്സിലായാലും പെട്ടെന്ന് തന്നെ ഒരിക്കലും സക്സസ് ആവില്ല. നിങ്ങൾ അതിൻ്റെ പിറകിൽ ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും സക്സസ് ആവുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങളെ പേജൊക്കെ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക മാക്സിമം. അതുപോലെ തന്നെ നിങ്ങൾ മെഹന്തി ഉണ്ടാക്കുന്ന വീഡിയോ ആയാലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോസ് ആയാലും ഒക്കെ പോസ്റ്റായിട്ടും സ്റ്റോറി ആയിട്ടും ഒക്കെ ആളുകളിലേക്ക് എത്തിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ പാർട്ട് 2 വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇത് നിങ്ങൾ ഉപകാരപ്പെടുന്ന ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.